ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിലും രുചിയായിട്ട് നല്ലൊരു കപ്പ് കേക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഭാഗം ബേക്കിംഗ് സോഡ, അതായത് 8-1 ടീസ്പൂണ്, 2 പിഞ്ച് ഉപ്പ്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ അരിപ്പയിൽ തന്നെ 3-4 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കണം. ഇനി ബീറ്റർ ഉപയോഗിച്ചിട്ട് മുട്ടയുടെ വെള്ള നല്ലപോലെ പതപ്പിച്ചെടുക്കാം. ഇനി മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസും ഒരു 6 തുള്ളി പൈനാപ്പിൾ എസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. 10 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തതാണിത്, അതായത് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 7 ടേബിൾ സ്പൂൺ പാലിലേക്ക് 70 ഗ്രാം ബട്ടർ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് ചെറിയൊരു ചൂടിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ബീറ്റർ മാറ്റി വെക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കേക്ക് പൗഡർ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒരേ ഭാഗത്തേക്ക് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൂടുതൽ സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്, കേക്ക് നന്നായിട്ട് വരില്ല. ഈ കപ്പ് കേക്കിനുള്ള കപ്പുകൾ എടുത്തിട്ട് കപ്പിൻ്റെ ഒരു 3/4 ഭാഗം വരെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇനി അടുപ്പിൽ വെക്കുകയാണെങ്കിൽ കുറച്ചൊരു കുഴിയുള്ള ഒരു പാത്രത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് പാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൽ കേക്ക് ബാറ്റർ വെച്ച് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ ഓവനിൽ വെക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.